ഇതെങ്ങനെയാണ് ഈ H1B പ്രോജക്ട്സ് ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇത് ഇൻട്രസ്റ്റിംഗ് ആ സംഭവം. അപ്പോൾ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നു, ഞാൻ പറഞ്ഞ എൻ്റെ കണക്ക് പറഞ്ഞ് ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് അമേരിക്കയിൽ പോകാറുണ്ട്. അതിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 70, 80, 90, 1 കോടിക്കകത്ത് നിൽക്കും ഈ സംഭവം. റൗണ്ട് ഫിഗറായിട്ട് പഠിക്കാൻ പോകുന്നതിൻ്റെ ഫീസും ആദ്യത്തെ വർഷം, പിന്നീട് അവർക്ക് അവിടെ ജോലി ചെയ്യുകയും ചെയ്യാം സെക്കൻഡ് ഇയർ മുതൽ. ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവർ ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് പല കമ്പനികൾ ഇവരെ അങ്ങെടുക്കും. ഈ കമ്പനികൾ ഇവരെ എടുക്കുമ്പോഴാണ് ഇവരുടെ ലോൺ അടയ്ക്കുന്നത്. അത് ഹ്യൂജ് ലോണായിരിക്കും. ഇവരുടെ പേരൻസിൻ്റെ വീടും ഇതും ഒക്കെ വെച്ചുള്ള ലോണാണ് ഇവരെടുക്കുന്നത്. അപ്പോൾ ഈ ലോൺ അടയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഇവർ ഏകദേശം 6 7 വർഷം ജോലി ചെയ്യുമ്പോഴാണ് ഇവരുടെ ചിലവും അതിനിടയ്ക്ക് കല്യാണം കഴിയും, മറ്റുള്ള പരിപാടികളൊക്കെ നടക്കും, കുട്ടികളുണ്ടാകും, ഇവരുടെ ലോൺ അടയുന്നത്. അപ്പോൾ 1-2 പ്രാവശ്യം ഫാമിലി റീയൂണിയൻ, ഇവിടുന്ന് പേരൻസ് അങ്ങോട്ട് പോവും, അവരിങ്ങോട്ട് വരും, ഇതൊക്കെ നടക്കും. ഈ സാധനം അങ്ങ് ഇല്ലാതായി. അതായത് അമേരിക്കയിൽ പഠിച്ച ശേഷം എഞ്ചിനീയറിംഗ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും മെഡിക്കൽ സ്കൂൾ ആണെങ്കിലും അവിടുത്തെ മാസ്റ്റേഴ്സ് ആണെങ്കിലും അത് കഴിഞ്ഞ് നേരെ ഇന്ത്യയിലോട്ട് വരിക. അപ്പം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ശമ്പളം ഇന്ത്യയിലില്ല, ഇവർക്ക് ഈ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സിൻ്റെ കാര്യം. അവിടുത്തെ മാസ്റ്റേഴ്സ് ചെയ്യുന്നൊരു ഡോക്ടർക്ക് അമേരിക്ക നല്ല സാലറിയാണ്. അതാണ് അമേരിക്ക ഇന്ത്യയിൽ നമ്മൾ വലിയ വ്യത്യാസം. നല്ല സാലറിയാണ്, നല്ല പാക്കേജ്.